ഈ സമ്മറിൽ മോസ്റ്റ്ലി വെയിൽ സഹിക്കാൻ വയ്യാതെ ബഡ്ജറ്റിൽ കിട്ടുവന്ന എയർ കൂളർ മേടിക്കും. പക്ഷെ അതിൽ കറക്റ്റ് കൂളർ നോക്കി മേടിക്കണം. ഇനി ഓൺലൈനിൽ നോക്കിയാൽ കുറെ നെഗറ്റീവ് റിവ്യൂസ് കാണും. കൂളിംഗ് ശരിയായി വരുന്നില്ല, ഫാന്റെ കൂട്ട് എയർ ബ്ലോ ചെയ്യുന്നു, നോയ്സ് കൂടുതലാണ്, ഇങ്ങനെ കുറെ കംപ്ലൈന്റ്സ് ഉണ്ട്. പക്ഷെ പ്രോബ്ലം കൂളറിനകത്തല്ല, നമ്മൾ കറക്റ്റ് കൂളർ സെലക്ട് ചെയ്യാത്തത് കൊണ്ടാണ്. സോ ഈ വീഡിയോയിൽ എയർ കൂളർ എങ്ങനെ വർക്കാവും, ഏത് ബ്രാൻഡ് നോക്കണം, വാങ്ങുമ്പോൾ എന്തൊക്കെ ചെക്ക് ചെയ്യണം, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഞങ്ങൾ ഈ കൂളേഴ്സ് എങ്ങനെ വർക്കാവുന്നെന്ന് അറിയണം. ഫസ്റ്റ് കൂളർ ഓൺ ചെയ്യുമ്പോൾ അതിലുള്ള വാട്ടർ ഒരു പമ്പ് യൂസ് ചെയ്ത് പൈപ്പ് വഴി സൈഡിലുള്ള കൂളിംഗ് പാഡ്സിലോട്ട് വരും. ഇപ്പൊ പുറത്തുനിന്നുള്ള ഹോട്ട് എയർ കൂളറിന്റെ അകത്തോട്ട് വരുമ്പോ ആ എയർ ഈ വെട്ടായിരിക്കുന്ന പാഡ്സിലോട്ട് പാസ്സാവും. ആ സമയത്ത് വാട്ടർ ഇവാപറേറ്റ് ആയി എയർ കൂളാവും. പിന്നെ ബ്ലോവർ ആ കൂളായിട്ടുള്ള എയറിനെ റൂം മുഴുവനും സർക്കുലേറ്റ് ചെയ്യും. പക്ഷെ ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ഉണ്ട്. ഹ്യൂമിഡിറ്റി കൂടുതലുള്ള ഏരിയാസ് ലൈക്ക് കോഴിക്കോട്, കൊച്ചി, തൃശൂർ, ഇവിടെ കൂളേഴ്സ് അത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. ആ ഏരിയാസിലുള്ളവർ എസിനെ കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. ഇനി എസിനെ പറ്റി ഞാൻ 2 വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സെക്കൻഡ്, എസിന്റെ കൂട്ട് ക്ലോസ് റൂംസിൽ കൂളേഴ്സ് വർക്ക് ആവത്തില്ല. ഇതിന് മെയിൻലി വിൻഡോസ് ഓർ ഡോർസിന്റെ അടുത്ത് പ്ലേസ് ചെയ്ത റൂമിലുള്ള ഹീറ്റിനെ പുറത്താക്കി റൂമിനെ കൂളായിട്ട് വെക്കും. ആൻഡ് ലാസ്റ്റ്, പാഡ്സിന്റെ ക്വാളിറ്റി കൊള്ളത്തില്ലെങ്കിൽ എവാപറേഷൻ ശരിക്കും ആവാത്തത് കൊണ്ട് ഫാന്റെ കൂട്ട് എയർ ബ്ലോ ചെയ്യും. സോ ഈ കൂളർ പാഡ്സിനെ കുറിച്ച് അറിയാവുന്നതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ കൂളേഴ്സ് മേടിക്കുന്നതിന് മുമ്പ് നോക്കേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ് ഉണ്ട്. ഫസ്റ്റ്, ടൈപ്സ് ഓഫ് കൂളേഴ്സ് എന്നാണ് നോക്കാം. ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്സിനെ അനുസരിച്ച് ഓരോ കാറ്റഗറിയിൽ ബെസ്റ്റ് കൂളേഴ്സിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്ന് പർച്ചേസ് ചെയ്യുക. ഇപ്പൊ ടൈപ്സ് എന്നാന്ന് നോക്കാം. ജനറലി മാർക്കറ്റിൽ 3 ടൈപ്സ് കാണും. ഫസ്റ്റ്, പേഴ്സണൽ കൂളേഴ്സ്. ഇത് വളരെ ചെറുതാണ്. ഇത് സ്റ്റഡി ടേബിൾസിന്റെ അടുത്ത് ഓർ ഓഫീസ് ഡെസ്കിന്റെ അടുത്ത് യൂസ് ചെയ്യാം. നിങ്ങളുടെ റൂം സൈസ് 80 to 150 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ഈ പേഴ്സണൽ കൂളേഴ്സ് ബെസ്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 2500 തൊട്ട് 7000 വരെ കാണും. നെക്സ്റ്റ്, ടവർ കൂളേഴ്സ്. ഇത് വെർട്ടിക്കൽ ഡിസൈനിൽ വരുന്ന സ്ലിം കൂളേഴ്സ് ആണ്. ആൻഡ് ഇത് 120 to 180 സ്ക്വയർ ഫീറ്റ് ഉള്ള റൂംസ്, എന്നാൽ സ്മോൾ ബെഡ്റൂംസിന് ഇത് പെർഫെക്റ്റ് ആണ്. ആൻഡ് ഇതിന്റെ പ്രൈസ് 4000 തൊട്ട് 10000 വരെ കാണും. ആൻഡ് സ്പേസ് കുറവുള്ളവർക്ക് ഇത് ബെസ്റ്റ് ആണ്. ആൻഡ് ഇത് നല്ല പ്രീമിയം ഫീലും തരും. നെക്സ്റ്റ്, ഡെസേർട്ട് കൂളേഴ്സ്. ഇന്ത്യയിൽ എല്ലാവരും കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഈ കൂളേഴ്സ് ആണ്. നിങ്ങളുടെ റൂം സൈസ് 200 to 500 സ്ക്വയർ ഫീറ്റ് ഉണ്ടെങ്കിൽ ലൈക്ക് ലാർജ് റൂംസ് ഓർ ഹോൾസിന് ഇത് ബെസ്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് 7000 തൊട്ട് 16000 വരെ കാണും. പ്രൈസ് കുറവാന്ന് പറഞ്ഞ് പേഴ്സണൽ കൂളറിനെ കൊണ്ടുവന്ന് ഹാളിൽ വെച്ചാ കൂളർ റൺ ആവും, പക്ഷെ റൂം കൂളാവാൻ ഒത്തിരി ടൈം എടുക്കും. സോ ഏരിയ ആൻഡ് യൂസേജിനെ പറ്റി കൂളർ ടൈപ്പിനെ സെലക്ട് ചെയ്താൽ കൂളിംഗിൽ നിങ്ങൾക്ക് എങ്ങനത്തെ ഇഷ്യൂവും കാണത്തില്ല. നിങ്ങളുടെ റൂം ഫാസ്റ്റ് ആയിട്ട് കൂളാവണമെങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ഇനിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ഉണ്ട്, അതാണ് എയർ ഡെലിവറി കപ്പാസിറ്റി. ഇതെന്നാന്ന് വെച്ചാൽ കൂളറിൽ നിന്ന് 1 മിനിറ്റിൽ എത്ര എയർ ബ്ലോ ചെയ്യുമെന്നാണ്. ഇതിന് ഞങ്ങൾ CFM എന്ന ക്യൂബിക് ഫീറ്റ് പെർ മിനിറ്റിൽ മെഷർ ചെയ്യും. ഇവിടെ നോക്കിയാ പേഴ്സണൽ കൂളേഴ്സിൽ 800 to 2200 CFM ഉള്ളത് മേടിക്കണം. അതേ ടവർ കൂളേഴ്സ് എടുക്കണമെങ്കിൽ ഈ റേഞ്ചിൽ കാണണം. ആൻഡ് ലാസ്റ്റ്, ഡെസേർട്ട് കൂളേഴ്സ് മേടിക്കണമെങ്കിൽ ഈ വാല്യൂസ് ഉണ്ടാവണം. ഇനി നിങ്ങൾക്ക് കൺവീനിയന്റ് ആയിട്ടിരിക്കാൻ വേണ്ടി ഈ CFM വാല്യൂ കറക്റ്റ് ആയിട്ടുള്ള കൂളേഴ്സിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എയർ ഉണ്ടായാൽ മാത്രം പോരാ, ആ എയർ പ്രോപ്പർ ആയിട്ട് സ്പ്രെഡ് ആവണം. അപ്പൊ തന്നെ റൂമിൽ പ്രോപ്പർ കൂളിംഗ് വരും. അതിനെയാണ് എയർ ത്രോ പാറ്റേൺ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറയണമെങ്കിൽ എയർ ഒരു സ്ട്രേറ്റ് ലൈനിൽ പോകുന്നോ അല്ലെങ്കിൽ റൂം മുഴുവനും സ്പ്രെഡ് ആവുന്നോ എന്നറിയാവുന്നതാണ് എയർ ത്രോ പാറ്റേൺ. ഇത് മെയിൻലി കൂളേഴ്സിൽ യൂസ് ചെയ്യുന്ന ഫാൻ ടൈപ്പിന്റെ മേലിൽ ഡിപ്പെൻഡ് ആവും. ഫോർ എക്സാമ്പിൾ, ബ്ലോവർ കൂളേഴ്സിൽ എയർ ഫ്ലോ ടോർച്ച് പോലെ ഒരു സൈഡിൽ മാത്രമേ അടിക്കും, അതുകൊണ്ട് ആ സൈഡ് മാത്രമേ കൂളാവത്തുള്ളൂ. ആൻഡ് ഇതിൽ നോയ്സും കൂടുതലാണ്. പക്ഷെ ഫാൻ കൂളേഴ്സിൽ എയർ ഫ്ലോ വൈഡ് ആയിട്ട് സ്പ്രെഡ് ആവും, സോ റൂമിൽ എല്ലാവർക്കും കൂളിംഗ് കിട്ടും. ഈ ഫാൻ കൂളേഴ്സിൽ 3 ബ്ലേഡ് ആൻഡ് 5 ബ്ലേഡ് എന്ന ഓപ്ഷൻസ് കാണും. മോസ്റ്റ്ലി 5 ബ്ലേഡ്സ് ഉള്ളത് പ്രിഫർ ചെയ്യുക. എന്നാന്ന് വെച്ചാൽ ഇതിൽ എയർ ഫ്ലോ ബെറ്റർ ആയി കാണും ആൻഡ് നോയ്സും കുറച്ച് കുറവാണ്. സോ CFM നമ്പേഴ്സ് കണ്ടിട്ട് മാത്രം കൂളേഴ്സിന് ചൂസ് ചെയ്യരുത്. എയർ ഫ്ലോ എങ്ങനെ സ്പ്രെഡ് ആവുന്നതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, കൂളേഴ്സിൽ എല്ലാവരും ഫേസ് ചെയ്യുന്ന കോമൺ ഇഷ്യൂസ് നോയ്സ് വരുന്നതും ആൻഡ് പവർ ബില്ല് കൂടുന്നതുമാണ്. ഇതിന്റെ മെയിൻ റീസൺ മോട്ടർ ആണ്. ജനറലി നമുക്ക് 2 ടൈപ്സ് ഓഫ് മോട്ടോഴ്സ് കാണും, ഇൻഡക്ഷൻ മോട്ടർ ആൻഡ് BLDC മോട്ടർ. ഇൻഡക്ഷൻ മോട്ടറുള്ള കൂളേഴ്സ് മേടിച്ചാൽ നോയ്സ് കൂടുതൽ വരും ആൻഡ് പവർ കൺസംഷനും 150 to 200 വാട്ട്സ് ആണ്. അതേ BLDC മോട്ടറുള്ള കൂളേഴ്സ് ആണെങ്കിൽ ഇൻഡക്ഷനേക്കാൾ 50 to 60% നോയ്സ് കുറവാണ്, പക്ഷെ ഇതിന്റെ പ്രൈസ് കുറച്ച് കൂടുതലാണ്. സോ ബഡ്ജറ്റ് അലോ ചെയ്യുന്നുണ്ടെങ്കിൽ BLDC മോട്ടറുള്ള കൂളേഴ്സ് മേടിക്കുക. നെക്സ്റ്റ്, ഈ കൂളേഴ്സിന്റെ കൂളിംഗ് പെർഫോമൻസിനെ ഇനി ബെറ്റർ ആക്കണമെങ്കിൽ നോക്കേണ്ട ഇനിയൊരു ഫാക്ടറാണ് കൂളിംഗ് പാഡ്സ്. ഇത് ജനറലി 2 ടൈപ്സ് ആണ്, വുഡ് വൂൾ പാഡ്സ് ആൻഡ് ഹണികോം പാഡ്സ്. ഫസ്റ്റ്, വുഡ് വൂൾ പാഡ്സ്. ഇത് പഴയ കൂളേഴ്സിൽ യൂസ് ചെയ്യുമായിരുന്നു. ഇതിന്റെ കൂളിംഗ് ഡീസെന്റ് തന്നെയാണ്, പക്ഷെ മെയിന്റനൻസ് കോസ്റ്റ് കൂടുതലാണ്. എന്നാന്ന് വെച്ചാൽ ഇതിന്റെ ഡ്യൂറബിലിറ്റി കുറവായതുകൊണ്ട് ഫ്രീക്വന്റ്ലി ചേഞ്ച് ചെയ്യേണ്ടി വരും.
അതുമാത്രമല്ലാതെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ സ്മെല്ലും വരും. നെക്സ്റ്റ് ഹണികോം പാഡ്സ്. ഇപ്പൊ വരുന്ന മോഡേൺ കൂളേഴ്സ് എല്ലാത്തിലും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിന്റെ ഡിസൈൻ കാണാൻ ഹണികോം പോലെ ഇരിക്കും ആൻഡ് വാട്ടർ ഡിസ്ട്രിബ്യൂഷനും ഈവൻ ആയിട്ടുള്ളത് കൊണ്ട് ബെറ്റർ കൂളിംഗ് തരും. അതുമാത്രമല്ലാതെ ഇതിന്റെ ഡ്യൂറബിലിറ്റിയും കൂടുതലാണ്. ആൻഡ് ഈ കൂളേഴ്സിൽ വലിയ ടാങ്ക് ഉണ്ടെങ്കിൽ ബെറ്റർ കൂളിംഗ് തരുമെന്ന് വിചാരിക്കും. പക്ഷെ ടാങ്ക് സൈസ് ആൻഡ് കൂളിംഗ് പെർഫോമൻസിൽ ഒരു കണക്ഷനും ഇല്ല. ആൻഡ് ഈ ടാങ്ക് സൈസ് കൂളർ ടൈപ്പിനെ പറ്റി ഡിപ്പെൻഡ് ആവും. ഇനി കൂളർ ടൈപ്പിനെ അനുസരിച്ച് വാട്ടർ ടാങ്ക് കപ്പാസിറ്റി ചേഞ്ച് ആവും. പേഴ്സണൽ കൂളേഴ്സ് ആണെങ്കിൽ 20 to 30 ലിറ്റേഴ്സ് ഇരിക്കണം. അതേ ടവർ കൂളേഴ്സിലാണെങ്കിൽ 40 to 55 ലിറ്റേഴ്സ് കാണും. ആൻഡ് ഡെസേർട്ട് കൂളേഴ്സിൽ 70 to 100 ലിറ്റേഴ്സ് കപ്പാസിറ്റി ഇരിക്കണം. സോ കൂളേഴ്സ് മേടിക്കുമ്പോൾ ടാങ്ക് കപ്പാസിറ്റി കൂടുതലുള്ളത് മേടിക്കുക. വാട്ടർ റീഫിൽ ചെയ്യുന്ന പണി കുറയും. ആൻഡ് കൂളേഴ്സിൽ കാണുന്ന കോമൺ കംപ്ലൈന്റ് ആണ് ബിൽഡ് ക്വാളിറ്റി. മോസ്റ്റ്ലി ഇത് ബഡ്ജറ്റ് കൂളേഴ്സിൽ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ ആണ്. ബോഡി ക്വാളിറ്റിയിൽ നോർമൽ പ്ലാസ്റ്റിക് ആൻഡ് ABS പ്ലാസ്റ്റിക് മെറ്റീരിയലിനെ യൂസ് ചെയ്യും. ഇത് രണ്ടിലും മേജർ ഡിഫറൻസ് ഒന്നുമില്ല. എല്ലാ കൂളേഴ്സും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കേണ്ടത് വീൽസ് ക്വാളിറ്റിയാണ്. എന്നാന്ന് വെച്ചാൽ ഈ കൂളേഴ്സ് ഞങ്ങൾ കൂടുതൽ മൂവ് ചെയ്യുന്നത് കാരണം ഈ വീൽ ക്വാളിറ്റി സ്ട്രോങ് ആയിട്ടിരിക്കണം. അതേ നിങ്ങൾ ചീപ്പ് ക്വാളിറ്റിയിലുള്ള വീൽസ് മേടിച്ചാൽ പെട്ടെന്ന് ബ്രേക്ക് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി കൊലാപ്സിബിൾ ലോവേഴ്സ് ഉള്ള കൂളേഴ്സ് മേടിക്കുക. എന്നാന്ന് വെച്ചാൽ നമ്മൾ കൂളറിനെ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ മസ്കിറ്റോസ് ആൻഡ് ഡസ്റ്റ് കയറാതെ പ്രൊട്ടക്ട് ചെയ്യും. നെക്സ്റ്റ് ഇൻവെർട്ടർ കമ്പാറ്റബിലിറ്റിനെ കുറിച്ച് നോക്കാം. സമ്മറിൽ കൂടുതൽ പവർ കട്ട്സ് ആവുമ്പോൾ ഈ ഫീച്ചർ ഉള്ളത് മേടിച്ചാൽ ഇൻവെർട്ടറുടെ മേളിൽ ലോങ് ആർട്സ് വർക്ക് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഇതിൽ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്തുണ്ടെന്ന് നോക്കാം. ഫസ്റ്റ് ഓട്ടോ ലെവൽ ഇൻഡിക്കേറ്റർ. ഇപ്പൊ വരുന്ന എല്ലാ കൂളേഴ്സിലും ഈ ഫീച്ചർ കാണാം. ഇതുള്ളത് കൊണ്ട് അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമ്മൾ വാട്ടർ ഫിൽ ചെയ്യുമ്പോൾ ഈ ഡിസ്പ്ലേയിൽ ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. നെക്സ്റ്റ് ഓട്ടോ വാട്ടർ ഫിൽ. നിങ്ങളുടെ കൂളറിനെ ഡയറക്റ്റ് വാട്ടർ പൈപ്പിനോട് കണക്ട് ചെയ്താൽ അത് കണ്ടിന്യൂസ് ആയിട്ട് ഫിൽ ആവും. സോ നൈറ്റ് ഡിസ്റ്റർബൻസ് ഇല്ലാതെ സുഖമായിട്ട് ഇറങ്ങാൻ പറ്റും. കൂടുതൽ ദിവസം വാട്ടർ അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ സ്മെല്ല് വരും. ഇതിനു വേണ്ടി ഓട്ടോ ഡ്രെയിൻ മോഡ് എന്ന് കാണും. ഈ മോഡിനെ ഓൺ ചെയ്താൽ വാട്ടർ ഈസി ആയിട്ട് ഡ്രെയിൻ ആവും. നെക്സ്റ്റ് കുറച്ച് കൂളേഴ്സിൽ ഇങ്ങനെ ഐസ് ചേമ്പേഴ്സ് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഐസ് ക്യൂബ്സ് ഇട്ടാ AC-ന്റെ അത്രയും കൂളിംഗ് വരത്തില്ല. പക്ഷെ നോർമൽ കൂളറിനെക്കാളും കൂടുതൽ കൂളിംഗ് വരും. ഇനി എല്ലാ കൂളേഴ്സിലും 4-way സ്വിംഗ് ആൻഡ് 2-way സ്വിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് കുറച്ച് കൂളേഴ്സിൽ റിമോട്ടും കൊടുക്കുന്നുണ്ട്. സോ നിങ്ങളുടെ യൂസേജിനനുസരിച്ച് മേടിക്കുക. സോ ഫൈനലായിട്ട് കൂളർ മേടിക്കുന്നതിന് മുമ്പ് എന്താ നോക്കേണ്ടതെന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നിങ്ങളുടെ യൂസേജിനനുസരിച്ച് ഏ ടൈപ്പ് ഓഫ് കൂളർ മേടിക്കണോന്ന് നോക്കുക. നെക്സ്റ്റ് കൊച്ചി, കൊല്ലന്റെ പോലെ കോസ്റ്റൽ ഏരിയാസിൽ കൂളേഴ്സ് അത്ര എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ആവത്തില്ല. സോ ഈ ഏരിയാസിലുള്ളവർ AC മേടിക്കുന്നത് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. നെക്സ്റ്റ് റൂം സൈസിനെ മെഷർ ചെയ്ത് ഈ CFM-നോട് മാച്ച് ചെയ്യുക. ആൻഡ് ഹണികോം പാഡ്സ് ഉള്ള കൂളേഴ്സിന് മേടിക്കുക. ഇനി ബഡ്ജറ്റ് കൂടിയാലും BLDC മോട്ടറുള്ള കൂളേഴ്സിന് മേടിക്കുക. ഇനി മെയിൻ എക്സ്ട്രാ ഫീച്ചേഴ്സ് എന്താന്ന് വെച്ചാൽ ഓട്ടോ ഫിൽ, ഓട്ടോ ഡ്രെയിൻ, ഐസ് ചേമ്പർ ഇതെല്ലാം ഉള്ളത് മേടിക്കുക. നിങ്ങളുടെ കൺവീനിയൻസിന് വേണ്ടി എല്ലാ കൂളേഴ്സിന്റെ ലിങ്ക്സ് കാറ്റഗറി വൈസ് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അങ്ങനെ തന്നെ ഞങ്ങൾ ഡെസേർട്ട് കൂളേഴ്സിനെ മേടിച്ച് ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്യുക. ഇങ്ങനത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ്.